ശ്രീരാമദൂതം ശിരസാ നമാമി. ജയ് ജാനകീ ജീവനസ്മരണം. ജയ ജയ് രാമ രാമ ആഞ്ജനേയ സ്വാമികി ജയ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ നിറഞ്ഞ ശ്രീമദ് ഭാഗവതത്തിൽ ഇതാ രാമചന്ദ്രസ്വാമിയുടെ കഥ നമുക്ക് കേൾക്കാൻ സാധിച്ചു. രാമൻ എന്ന ഓമനക്കുട്ടൻ, ലാൽ എന്ന ശബ്ദമാണ് ഉത്തരേന്ത്യയിൽ അയോധ്യയിൽ ഇപ്പോഴും അനുസ്മരിക്കണത്, അനുരണനം ചെയ്യണത് എന്ന് സ്വാമിജി നമ്മളെ ഓർമ്മിപ്പിച്ചു. അതാണ് രാംലല്ല ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് പോലെയാണ് രാമൻ എന്ന ഉണ്ണിക്കണ്ണൻ. അതാണ് രാംലല്ല, രാംലാൽ. ലാൽ ഓമനത്വത്തിന് വളരെ പ്രസിദ്ധമായ വാക്കാണ്. അപ്പോൾ ആ ലാൽ ശബ്ദമാണ് രാമലാലിന്, രാമലല്ല എന്ന രാമൻ ഉണ്ണിക്കണ്ണന് ശ്രീശുകൻ ഉപയോഗിച്ചതും ഇന്നും ആളുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ആ കഥയുടെ ഓമനത്വം, ലാൽ എന്ന വാക്കിലെ ലാളിത്യം, അത് സ്വാമിജി പ്രത്യേകം നമുക്ക് പറഞ്ഞു തന്നു. എന്ത്? നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് ആ ലാളിത്യമാണ്. പ്രഭുത്വവും ആയുധങ്ങളുടെ പ്രയോഗവും അതൊക്കെ രാമചന്ദ്രസ്വാമി ഈശ്വരാംശമാണ്, അവതാരമാണ് എന്നുള്ളതുകൊണ്ട് വർണ്ണിക്കപ്പെടേണ്ടതില്ല. കൃഷ്ണനെ പോലെ ഓമനക്കുട്ടനായി സജ്ജന ഹൃദയങ്ങളിലെ ലാളനാപാത്രമായി ലാൽ ആയി, രാംലാൽ ആയി വളരാൻ സാധിച്ചില്ലേ? അതാണ് ഓർമ്മിക്കേണ്ടത് എന്ന് അയോധ്യ ഇന്നും നമുക്ക് സന്ദേശം അയച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ആ രാമചന്ദ്രസ്വാമിയുടെ കഥ അനുസ്മരിക്കുമ്പോൾ ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ തുടങ്ങിയവരെയൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ചു. സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രസ്വാമിനെ നമഃ എന്നാണ് സജ്ജനങ്ങൾ അനുസ്മരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഒരേ ഒരാളാണ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന വേഷങ്ങളിൽ ശോഭിച്ചത് എന്ന് ശ്രീശുഖബ്രഹ്മർഷിയും നമ്മളെ ഓർമ്മിപ്പിച്ചു. അത് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞാഭിഹി എന്ന് ശ്രീശുഖൻ ഉപയോഗിച്ചില്ല. വേദാന്തപരമായിട്ട് പറയുമ്പോഴും വ്യാകരണപരമായിട്ട് പറയുമ്പോഴും സംജ്ഞയാ എന്ന് പോരാ, സംജ്ഞാഭിഹി എന്ന് വേണം. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന സംജ്ഞകളിൽ അവതരിച്ചു എന്നല്ല പറഞ്ഞത്. സംജ്ഞകൾ എന്ന ബഹുവചനം മാറ്റി സംജ്ഞയാ എന്ന ഒറ്റ വാക്ക് ഉപയോഗിച്ചു. രാമൻ എന്ന പേരും ലക്ഷ്മണൻ എന്ന പേരും ഭരതശത്രുഘ്നാദികൾ എന്നുള്ള പേരും ഒരേ പേരിൻ്റെ 4 പ്രാഭവ പ്രകടനമാണ്. ഒരേ ശക്തിയുടെ 4 തരം പ്രാഭവ പ്രകടനമാണ്. വീര്യശൗര്യ പരാക്രമങ്ങൾ, ആയുധങ്ങളുടെ പരാക്രമങ്ങൾ, ശത്രുസംഹാരത്തിനുള്ള കഴിവുകൾ, ഇതൊക്കെയാണ് വ്യക്തമായത്. ഒരാൾ സുദർശനം തന്നെയാണ്, മറ്റൊരാൾ അഗ്നിപ്രാഭവനാണ്. അപ്പോൾ ഇതൊക്കെ അല്ല, പിന്നെയോ ഹൃദയലാൽ ആവണം. ഹൃദയത്തിൻ്റെ ലാളിത്യം അത് രാമൻ്റെ കഥയിൽ എവിടെ 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 ഉണ്ടോ അതൊക്കെ നമുക്ക് യോജിപ്പിച്ചു തന്നു, അനുസ്മരിക്കാൻ അവസരം തന്നു കഥകൾ. അങ്ങനെ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ കഥകളും സീതയുടെ കഥയും. സീത ഇതിനു മുൻപ് പറഞ്ഞുല്ലോ, കുടുംബത്തിലേക്ക് വന്ന കുട്ടിയായിട്ടാണ്. സീത സീരാഗ്രതോ ജാത, മണ്ണിൻ്റെ മകളായി ക്ഷമയുടെ പര്യായമായി ജീവിച്ചു. അല്പം ഒരു നിലവിട്ട് സംസാരിച്ചത്
വളരെ 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 വിരളമായിട്ടെങ്കിലും സംഭവിച്ചത് വെറുതെ ലക്ഷ്മണനോട് പറഞ്ഞപ്പോഴാണ്. ശ്രീരാമൻ്റെ നിലവിളി കേൾക്കണു, പോയി രക്ഷിക്കൂ, പുറപ്പെടും, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട എന്ന് സീത പറഞ്ഞിട്ടും എൻ്റെ അമ്മയെ അത് അസുരന്മാരുടെ രാക്ഷസന്മാരുടെ പ്രാഭവം കാണിക്കലാണ്, മായയാണ്, അമ്മയെ വിട്ടു പോവാൻ എനിക്ക് കൽപ്പനയില്ല, പോവാൻ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ മാത്രം സീതയുടെ ലാളിത്യം മാറി രൗദ്രഭാവം കണ്ടു. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയില്ലയോ എന്ന് സീത പൊട്ടിത്തെറിച്ചു. അഗ്നിർവാക്, വാക്കിൻ്റെ അഗ്നി അവിടെ പടർന്നു. ലക്ഷ്മണന് പൊള്ളി ഇല്ലേ, ചെവി പൊത്തിക്കൊണ്ട് അവിടുന്ന് പോന്നു. നിൻ്റെ ജ്യേഷ്ഠം മരിച്ചിട്ട് നിനക്ക് എന്നെ ഭാര്യയാക്കാന്നുള്ള മോഹമുണ്ടെങ്കിൽ അത് വേണ്ടാട്ടോ എന്ന ദുസ്സൂചന ആ വാക്കിൽ തീഗോളം പോലെ ഹൃദയത്തിൽ പതിച്ചപ്പോൾ ലക്ഷ്മണന് പോരേണ്ടി വന്നു, സീതയെ ഉപേക്ഷിച്ച്. അതുകൊണ്ടാണ് പിന്നത്തെ അപകടങ്ങളൊക്കെ ഉണ്ടായത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അഗ്നിർവാക്ക്, വാക്കാകുന്ന അഗ്നി എപ്പോൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് ക്ഷമയുടെ പര്യായമായ സീത പോലും മറന്നുവെങ്കിൽ നമുക്കൊക്കെ അത്തരം മറവികളല്ലേ എപ്പോഴും പറ്റാറുള്ളത് എന്ന് സ്വയം ആലോചിക്കുക. സീതയുടെ ആ പൊട്ടിത്തെറിക്കൽ, ആ അഗ്നിഗോളം പൊട്ടലാണ് പിന്നത്തെ കഥകൾ മുഴുവൻ ഉണ്ടാവാൻ കാരണം തീർച്ചയല്ലേ. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രനും സീതയെ സ്വീകരിച്ച സമയത്തും അല്പം വാക്ക് ലക്ഷ്മണനോട് പണ്ട് പറഞ്ഞതിൻ്റെ തിരിച്ചടി പോലെ പറഞ്ഞു എന്ന് അനുസ്മരിക്കാറുണ്ട്. രാമൻ്റെ പത്നിയായ സീതയോട് രാമനെന്ന ഭർത്താവിന് പറയാം, പക്ഷേ ഇത്രമാത്രം പറയാമോ നിശ്ചയമില്ല. അതുപോലെ ശ്രീരാമൻ സീതയെ രാവണൻ്റെ അടുത്തുനിന്ന് സ്വീകരിക്കുന്ന സമയത്ത് വല്ലാതെ വേദനിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് പൊള്ളിച്ചു. മണ്ണിൻ്റെ മകൾക്ക് സഹിക്കാനാവാത്ത ഞെട്ടലുണ്ടാക്കുന്ന വാക്കായിരുന്നു അവിടെ ശ്രീരാമനും സീതയോട് പറഞ്ഞതായിട്ട് വാൽമീകി പറയണത്. എന്തായാലും ഈ വക ക്ഷോഭിപ്പിക്കുന്ന വാക്കുകൾ പലയിടത്തും പലരും ഉപയോഗിച്ചത്, കൈകേയി ഉപയോഗിച്ചത് വാൽമീകി രാമായണത്തിലൊന്ന് പറയുന്നുണ്ട്. അതുപോലെ പാവം കൗസല്യയും അറിയാതെ ഉള്ളു പൊട്ടുന്ന മട്ടിൽ പറഞ്ഞു ഇത്രേ ദശരഥനോട്. കൈകേയിയെ ലാളിച്ച് ഇപ്പോൾ അവിടത്തേക്ക് ആ വേണ്ടതിലധികം കൈകേയിയുടെ നിന്ന് പ്രതിഫലം കിട്ടിയില്ലേ എന്നൊരു കുത്തുവാക്ക് വേദനിച്ച് കിടക്കുന്ന ദശരഥനോട് കൗസല്യ പോലും പറഞ്ഞു. ഇതൊക്കെ മനുഷ്യജീവിതത്തിലെ സാധാരണ രംഗങ്ങൾ രാമായണത്തിലുള്ളത് വാൽമീകി പകർത്തി കാണിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാമായണം എഴുതാൻ ഇവിടെ ആദ്യം പറഞ്ഞില്ലേ, സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ വന്ന് നാരദനെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചത്. എന്ത്? അങ്ങ് പറഞ്ഞ വാക്കിൽ രാമൻ്റെ കഥയുണ്ട്, രാമായണം മുഴുവനുമുണ്ട്, വിസ്തരിച്ചെഴുതൂ. അങ്ങനെ രാമായണം മനുഷ്യഗന്ധിയായി തന്നെ അവതരിപ്പിച്ചു. ഈശ്വരൻ്റെ അവതാരം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ഇത്രയ്ക്കൊന്നും മനുഷ്യജീവിതത്തിലെ കുത്തുവാക്കുകളും പരസ്പരമുള്ള വിങ്ങിപ്പൊട്ടലും ഒന്നും ചിത്രീകരിക്കേണ്ടതില്ല. അങ്ങനെയല്ല, അതിനാ പ്രാധാന്യം കൊടുത്തത് എന്നർത്ഥം. മനുഷ്യൻ്റെ കഥ, മനുഷ്യരുടെ നിത്യജീവിതത്തിലെ വാക്കുകൾ എങ്ങനെയൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എന്ന കഥ അത് ഓർക്കൂ. കൗസല്യ പറഞ്ഞതും ദശരഥൻ പറഞ്ഞതും ശ്രീരാമൻ പറഞ്ഞതും സീത പറഞ്ഞതും ഒക്കെ ഇവിടെ പ്രത്യേകം സന്ദർഭങ്ങളിൽ
വാൽമീകി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ശ്രീശുകൻ എന്തു ചെയ്തു? സീതാദേവിയുടെ കുട്ടികളായ ലവകുശന്മാരുടെ കഥയും സീതാദേവിയുടെ അച്ഛനായ ശ്രീരധ്വജൻ അവരുടെ വംശപരമ്പരകളുടെ കഥകളും വിസ്തരിച്ച് പറയണ കൂട്ടത്തിൽ ജനകമഹാരാജാവ് തൻ്റെ ഗുരുവാണ് എന്ന നിലയ്ക്ക് ആ ഗുരുവിനെയും കൂടി ഒന്നങ്ങനെ ദീർഘദണ്ഡം നമസ്കരിച്ചു. എന്താതോ ഏതേവ ഈ മൈഥിലാരാജൻ ആത്മവിദ്യാവിശാരദാഹ. ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ? യോഗ അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. ആത്മവിദ്യാവിശാരദന്മാരെന്നായിരുന്നു. ഏതൊക്കെ ക്ഷോഭങ്ങളിൽ ചെന്ന് പെട്ടാലും വളരെ വളരെ ലളിതമായി ആ വക സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിനെ, അതിൽ പെട്ടുപോയ മനസ്സിനെ അവിടെ നിന്ന് ഊരിയെടുത്ത് യോഗേശ്വരപ്രസാദേന യോഗം എന്ന ആ ഈശ്വരപ്രസാദത്തിൻ്റെ വഴിയിലൂടെ ദ്വന്ദ്വൈർമുക്താഗൃഹേഷ്വപി തനി കുടുംബജീവിതം, ഗൃഹസ്ഥാശ്രമ ജീവിതം തന്നെ നയിച്ചാലും അതിലൊന്നും പെടാതെ പോകേണ്ട സമയമായാൽ ഭഗവാന്റെ അടുത്തേക്ക് ആ യോഗം, നിയോഗം എന്താണോ അത് ചെയ്തു. ഇനി യോഗം എന്ന മട്ടിൽ ചെന്ന് ചേർന്നിരുന്നു. അത് പറയാൻ വേണ്ടി ആ മിഥിലയിലെ വിദേഹ മഹാരാജ്യത്തിലെ എല്ലാവരെയും ശ്രീശുകൻ അനുസ്മരിച്ചു. പറയാറുണ്ടല്ലോ, ശ്രീശുക ബ്രഹ്മർഷി ജനക മഹാരാജാവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ തൻ്റെ ഗുരുവിനെ സപ്താഹത്തിൻ്റെ ഇടയിൽ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗവത കഥാ സപ്താഹത്തിൻ്റെ ഇടയിൽ അല്പനേരം, ഒരു സെക്കൻഡ് എന്നൊക്കെ നമ്മൾ പറയണ ഒരു നിമിഷമെങ്കിലും വിദൂര നമസ്കാരം ചെയ്ത് സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഗുരുവന്ദനം ശ്രീശുകൻ പ്രാപകപ്പെടുത്തി. പിന്നീടാണ് ആ നിമിയുടെ പൂർവജന്മകഥകൾ ശരീരം വിദേഹനാക്കി മാറ്റിയതും, അല്ലെ, ശരീരത്തെ ദേഹമില്ലാതെ കണ്ട് ആക്കുക, ജീവിച്ചുകൊണ്ട് വിദേഹനാവുക. ഇത് പറ്റുമോ? അതൊക്കെ അവർക്ക് സാധിക്കും. മിഥിലോ മഥനാജ്ഞാത, മഥനം ചെയ്തുണ്ടായി. അങ്ങനെ മിഥിലാചക്രവർത്തി എന്ന പേര് ദേഹമില്ലാത്ത ആൾ വിദേഹനായിട്ട് നേടി. എങ്ങനെ? ദേഹത്തിൻ്റെ ഒരേ ഒരവയവമായ കൺപോളകളിൽ മാത്രം ഇരുന്ന്. ശരീരം സ്വീകരിച്ചോ? ഇല്ല. ശരീരം സ്വീകരിച്ചില്ലേ? എവിടെ? ലേശം കൺപീലികളിൽ മാത്രം എന്ന മട്ടിൽ ദ്വന്ദ്വങ്ങളിൽ നിന്നും മുക്തന്മാരായി തന്നെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ജീവൻ മുക്തന്മാരായി കഴിഞ്ഞു എന്നർത്ഥം. ഇതൊക്കെ ബഹുമാനത്തോടെ പറഞ്ഞുകൊണ്ടാണ് ഇനി സോമവംശം വർണ്ണിക്കായി എന്ന് വിസ്തരിച്ചത്. സൂര്യവംശവർണ്ണന രാമൻ്റെ കഥാവർണ്ണനത്തോടെ കഴിഞ്ഞു. എത്ര സൂര്യവംശ രാജാക്കന്മാരുടെ കഥകളാണ് ശ്രീശുകൻ പേരെടുത്ത് പറഞ്ഞത്. നമ്മൾ കേട്ടതാണ് ആദ്യം മുതൽ. ഇള, ആ ഇള പുരുഷനായി സുദ്യുമ്നനായിരിക്കുന്ന കാലത്തെ കഥ. സുദ്യുമ്നനായിരിക്കുമ്പോൾ പുരുഷനായിട്ടുള്ള വംശപരമ്പരകൾ, ഇളയായിരിക്കുമ്പോൾ ബുധൻ്റെ ഭാര്യയായതുകൊണ്ട് അയളൻ്റെ വംശപരമ്പരകൾ. അയളൻ പുരൂരവസ്ഥ ഉർവശിയെ ഭാര്യയാക്കി. ഉർവശി എന്ന് ശൃംഗാര ശതകം പാടി സ്വർഗലോകത്തേക്ക് പോയ കഥ. അതാണ് ഇവിടെ വർണ്ണിച്ചത്. ഇനി ഏകാദശത്തിൽ ഉദ്ധവൻ ഉപദേശിക്കുമ്പോൾ സ്വർഗലോകത്തുനിന്ന് അതേ ഉർവശി കാമുകൻ ഉർവശിയെ ഭ്രമിച്ച് സകലതും ഉർവശിന്ന് നാമം അസഹസ്രനാമം ഉരുടണ പോലെ ഉരുടുക. എന്ത് ചോദിച്ചാലും വേറൊരു വാക്ക് പറയാനില്ല. എന്താ അവിടുന്ന് ഇവിടെ ഇരിക്കണേ? ഉർവശി. ഇപ്പം രാത്രിയോ പകലോ ഉർവശി. ആള് ഭ്രാന്ത് പിടിച്ച പോലെയാവില്ല മഹാരാജാവെന്ന് വിചാരിച്ചു. അങ്ങനെയായി. ഉർവശി ഭ്രാന്ത് കലർന്ന് ശൃംഗാര ശതകം പാടി സ്വർഗലോകത്തേക്ക് പോയി. എന്നിട്ടോ ഏകാദശത്തിൽ നമുക്ക് കേൾക്കാം, അതേ ആള് ഉർവശി ലോകം വിട്ട് ഉർവശിയെ കാണുക പോലും വേണ്ട. പിന്നെ വേണോ ഉർവശിയുടെ ലോകം? ഉർവശി ആലോക നിസ്പൃഹ,
ഉർവശ്യാ ലോകനിസ്പൃഹ. ശ്രീശുകൻ്റെ പ്രയോഗമാണ്, വേദവ്യാസൻ്റെ പ്രയോഗമാണ് അവിടെ. ഉർവശിയുടെ ലോകവും വേണ്ട എനിക്ക്, അവളെ ഒന്ന് കാണുക പോലും വേണ്ട. കാരണം ഈ ഉർവശി എന്ന സുന്ദരി ഇത്രമാത്രം അറയ്ക്കുന്ന വസ്തുക്കളെ കൊണ്ട് ത്വങ് മാംസരുധിര ശ്രവണുമദ്യാധി തുടങ്ങിയ വിൺമൂത്ര പൂയേ രമതാം കൃമീണാം കിയതന്തരം. മാറത്തടിക്കുക, സ്വന്തം മാറത്ത്. ഞാൻ മലമൂത്ര വിസർജന കുഴികളിൽ പെട്ടുപോയ പുഴുവിനെ പോലെ ആയിത്തീർന്നുല്ലോ. ആ പുഴുവിനെ അവിടുന്ന് തേനിലിട്ട് കുളിപ്പിച്ച് വലിയ 5 സ്റ്റാർ ഹോട്ടലിലെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ ആ പുഴുവിന് അവിടെ കിടന്ന് ചാവാനേ പറ്റുള്ളൂ. അതിനെന്തിനു കൊള്ളാതെ? അതിന് വീണ്ടും ഈ മലമൂത്രക്കുഴിയിൽ തന്നെ വന്ന് നിന്നാലേ പറ്റുള്ളൂ. പോർക്ക പട്ടികളൊക്കെ അങ്ങനെയാണ്. പോർക്കുകളെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ ബെഡിൽ കിടത്തിയാൽ അവിടുന്ന് ഓടിപ്പോയി ആ മാലിന്യത്തിലങ്ങൾ വീഴുമ്പോഴേ അവർക്കൊരാശ്വാസമുള്ളൂ. ഇതുപോലെ ആയിപ്പോയില്ലോ ഞാൻ. ഉർവശി അലോക നിസ്പൃഹ. ഉർവശിയെ കാണേ വേണ്ട. പിന്നെ വേണോ ഈ ഉർവശിയുടെ ലോകം, സ്വർഗം വേണ്ട. ന തത്ര വൈകുണ്ഠ കഥാസുധാപക ന സാധവോ ഭാഗവതാഃ തദാശ്രയാഃ നയത്ര യജ്ഞേശമഖാ മഹോത്സവ സുരേശലോകോപി. സ്വർഗാണത്രേ, സ്വർഗം. അറയ്ക്കുന്ന നാറിപ്പൊളിച്ച ഈ സ്ഥലം എനിക്ക് വേണ്ടേ വേണ്ട എന്നുറക്കെ പ്രഖ്യാപിച്ചു കൊണ്ട് സത്സംഗം എവിടെ കിട്ടും? സത്സംഗം എവിടെ കിട്ടും? അത് രാമൻ്റെ നാട്ടിൽ, അത് ഭരതൻ്റെ നാട്ടിൽ, അത് ഭാരതീയമായ അന്തരീക്ഷത്തിൽ കൈലാസത്തിൻ്റെ തെക്കുവശത്ത് പോന്നില്ലേ? അതാണ് മഹാദേവനിരിക്കുന്ന കൈലാസത്തിൻ്റെ തെക്ക് വശത്തുള്ള ഈ ചെറിയ ഭൂമി. അത് എത്രയോ 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 ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയായിരുന്നു. സ്വർഗത്തേക്കാളധികം എന്തൊക്കെയോ ഈ ഭൂമിയിൽ വിടരുന്നുണ്ട്. ഇവിടെയുള്ള കോടിക്കണക്കിന് 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 മണൽത്തരികൾ ഗംഗാജലത്തിൻ്റെ പരിശുദ്ധി, യമുനയുടെ പരിശുദ്ധി, സരസ്വതിയുടെ പരിശുദ്ധി ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. എന്തിനാ ഉദ്ധവൻ പറഞ്ഞില്ലേ? ഉദ്ധവനോടാ ഭഗവാൻ ഇത് പറയണത് എങ്കിൽ ഉദ്ധവൻ എന്താ മനസ്സിലായത്? വൃന്ദാവനത്തിൽ പോയി അവിടുന്ന് ഒരു തരി മണ്ണിൻ്റെ യോഗ്യത ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഉദ്ധവൻ. വൃഷ്ണീനാം പ്രവരഃ മന്ത്രി കൃഷ്ണസ്യ ദയിത സഖാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ. ബൃഹസ്പതിയുടെ സാക്ഷാൽ ശിഷ്യൻ ഉദ്ധവ ബുദ്ധിസത്തമ. അത്രയും കേമത്വങ്ങളൊക്കെ ഉണ്ട്. എവിടെയായിരുന്നു ഗവേഷണം? വൃന്ദാവനത്തിലെ മണൽത്തരിയിൽ. വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണും. ആ മണൽത്തരിയുടെ മാഹാത്മ്യം കണ്ടെത്താൻ ആണ് ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ വിട്ടത്. അതിനി ദശമസ്കന്ധത്തിൽ കംസവധം കഴിഞ്ഞ ഉടനെ നമുക്ക് കാണിച്ചു തരും ഭാഗവതം. അപ്പോൾ ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് വിട്ടതിൻ്റെ ലക്ഷ്യം ഭഗവാൻ എത്ര 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 കാലം മുൻകൂട്ടി കണ്ടുപിടിച്ചു. അതാണ് ഉദ്ധവനെ തന്നെ അതിന് തിരഞ്ഞെടുത്തത്. അക്രൂരഭനെ വിട്ടാലാവില്ല എന്നറിയാം ഭഗവാന്. വളരെ 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 വ്യത്യാസമുണ്ട് അക്രൂരൻ്റെ ഭക്തിയും ഉദ്ധവൻ്റെ ഭക്തിയും. ഉദ്ധവോ ബുദ്ധിസത്തമഃ. അപ്പോൾ ബുദ്ധിസത്തമനായ ഉദ്ധവൻ, ഋഷികളിൽ മഹാഗംഭീരൻ, സാക്ഷാൽ ഉഗ്രസേനൻ്റെ മധുരയിലെ പ്രധാനമന്ത്രി. ഇങ്ങനെയുള്ള യോഗ്യതകളൊക്കെ പ്ലസ് പോയിൻ്റായിട്ട് ശ്രീശുകൻ തന്നെ പറയണു. ആ ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് വിട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഗോപികളെ ആശ്വസിപ്പിക്കാനല്ല, അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കാനല്ല, മറിച്ച് നന്ദവ്രജ സ്ത്രീണാം പാദരേണും, നന്ദവ്രജ സ്ത്രീകളുടെ പാദരേണുവിനെ, കാൽപ്പൊടികളെ, ഏകവചന അവിടെ ഉപയോഗിച്ചത്. ആലോചിച്ച് നോക്കൂ. ആ ഒറ്റ മൺതരിയെ കണ്ടുപിടിച്ച് അതിൻ്റെ യോഗ്യത ലോകത്തിനോട് വിശദീകരിച്ച് പറയാനാണ് എന്നെ എൻ്റെ യജമാനൻ ശ്രീകൃഷ്ണ ഭഗവാൻ
ഈ വൃന്ദാവനത്തിലേക്ക് വിട്ടത് എന്ന് ഉദ്ധവൻ മനസ്സിലാക്കി പെരുമാറി. ആ ഉദ്ധവനോടാണ് ഉദ്ധവ സത്സംഗം, അതിൻ്റെ മഹത്വം അങ്ങ് മനസ്സിലാക്കിയില്ലേ? സന്തോനപേക്ഷ മച്ചിത്താഹ പ്രശാന്താഹ സമദർശിന നിർമ്മമാഹ നിരഹങ്കാരാഹ. എന്താ സജ്ജന മാഹാത്മ്യങ്ങൾ ഭഗവാൻ ആവേശപൂർവം പറയണത്? അത് ഉദ്ധവ യഥാ ഭവാൻ, അങ്ങയെപ്പോലെ മറ്റൊരാൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ അറിയണു. കാരണം വൃന്ദാവനത്തരിയുടെ മണൽത്തരി വൃന്ദാവനത്തുനിന്ന് കൊണ്ടുവന്ന ഒരു പാദരേണുവിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ ആളല്ലേ അങ്ങ്? സമ്മതായി. പട്ടേരിപ്പാട് നാരായണീയത്തിൽ അത് എടുത്തു പറയണ്ട്. വൃന്ദാവനത്തിൽ നിന്ന് വന്ന ഉദ്ധവനെ അടിമുടി അങ്ങനെ നോക്കിയിട്ട് ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ ഗോകുലാദുദ്ധവന്തം ദൃഷ്ട്വാ. ഗോകുലത്തുനിന്ന് ഒരു തരി മണൽത്തരി അതൊരു തുളസിയുടെ ഇലയിൽ വെച്ച് അതിസൂക്ഷ്മമായ എന്തോ ഒരു വലിയ കാര്യം കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തിൽ വെച്ച് വീണങ്ങനെ നമസ്കരിച്ചു. എന്താ ഉദ്ധവ? വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണും, നന്ദവ്രജ സ്ത്രീണാം പാദരേണും, നന്ദവ്രജ സ്ത്രീണാം പാദരേണും വന്ദേ. ഭഗവാന്റെ കഥ പറയുന്ന മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത്? പാദരേണും എന്ന് പറഞ്ഞതിന് ഒരു മടങ്ങ് അർത്ഥം കൂടിയുണ്ട്. ഒരു മണൽത്തരി എന്ന് പറഞ്ഞിട്ടില്ല അത്രേ ഉദ്ധവൻ. ആ മണൽത്തരിയുടെ പാദം എന്ന് വെച്ചാൽ കാൽഭാഗം, കാൽപ്പൊടിയുടെ അത് ഏകവചനം. ആ ഒരു കാൽപ്പൊടിയുടെ മണൽത്തരിയുടെ കാൽഭാഗം ധാരാളമാണ്. പുനാതിഭുവനത്രയം 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 14 ലോകങ്ങളെയും ശുദ്ധമാക്കാൻ എന്ന് പറഞ്ഞുവെങ്കിൽ ആ ഉദ്ധവൻ്റെ മാഹാത്മ്യം ഇതിലധികം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ, കണ്ടറിഞ്ഞ ഗുരുവായൂരപ്പൻ ആ സജ്ജന ശിരോമണിയെ നമുക്ക് പരിചയപ്പെടുത്തിയില്ലേ ഉദ്ധവനെ? അത് ആദ്യകാലത്തെ ഭരണാധികാരിയായിട്ട് പരിചയപ്പെടുത്തുന്നു. അത് പല ദിവസത്തും കാണാം. അതിലേറെ ഭഗവാന്റെ ഉപദേശം മുഴുവനും സ്വീകരിച്ച് മെതിയുടെയും ശിരസ്സിൽ വെച്ച് തിരിഞ്ഞു നോക്കി ബദരിയിലേക്ക് അധുനാസ്തേ ബദരീയാം. തന്നെ ഭജിക്കുന്ന ആളെ വെറും ഒരു ഭക്തനായിട്ട് ഒരു യോഗീശ്വരനായിട്ട് മാറിയ രംഗം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഉദ്ധവനിലൂടെ നമുക്ക് ഭാഗവതം കാട്ടിത്തരുന്ന സത്സംഗമഹിമ അത് ഇവിടെയും അനേകം ഉദ്ധവന്മാരുടെ സാന്നിധ്യം, പാദരേണുക്കളുടെ സാന്നിധ്യം ഒക്കെ നിറഞ്ഞു തുളുമ്പിയ ഈ അന്തരീക്ഷത്തിലും ഉണ്ടാവണം. ഉണ്ണിഗണപതി അതിനാണ് ഏർപ്പാട് ചെയ്തതെന്നർത്ഥം. അപ്പോൾ സൂര്യവംശ രാജാക്കന്മാരുടെ കഥ വർണ്ണിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിരീടം ചാർത്തിയ ശ്രീരാമചന്ദ്രൻ്റെ കഥ വർണ്ണിച്ച് സോമവംശം വർണ്ണിക്കുമ്പോഴാണ് പുരൂരവസിൻ്റെ ഈ യാത്ര ഭഗവാന്റെ അടുത്തേക്ക് പോണതിന് പകരം ഉർവശിയുടെ അടുത്തേക്ക് പോയി വന്ന യാത്ര പറയേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ മറുഭാഗത്തിൻ്റെ യോഗ്യത ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇവിടെ സ്ത്രീലമ്പടത്വം ആദ്യം പറഞ്ഞില്ലേ, ശൃംഗാര ശതകം ചൊല്ലിപ്പോണത് പറഞ്ഞത്. ഇനി വൈരാഗ്യ ശതകം ചൊല്ലി തിരിച്ചു വരുന്ന കഥ സന്ദർഭോചിതം കാണുന്നർത്ഥം. അപ്പോൾ സോമവംശ വർണ്ണനയിൽ പിന്നെ പറഞ്ഞത് സാക്ഷാൽ പരശുരാമൻ്റെ ചരിത്രമാണ്. പരശുരാമൻ്റെ ചരിത്രം വർണ്ണിക്കുമ്പോൾ അവിടെ സോമവംശത്തിലെ ഗാധി മഹാരാജാവിൻ്റെ കഥയാണ് സൂചന. ആ ഗാധി മഹാരാജാവ് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു ഋചീകന് സത്യവതിയിലുണ്ടായ ഉണ്ണിയാണ് സാക്ഷാൽ ജമദഗ്നി. ജമദഗ്നിക്ക് രേണുകയിലുണ്ടായ ഉണ്ണിയാണ് സാക്ഷാൽ പരശുരാമൻ. ആ പരശുരാമാവതാരാണ് പിന്നെ അല്പം വാക്കുകളെ കൊണ്ട് ശ്രീശുകൻ വർണ്ണിച്ചത്. ദുഷ്ടം ക്ഷത്രം ഭുവോ ഭാരം അബ്രഹ്മണ്യം അനീനശൽ.
ദുഷ്ടക്ഷത്രിയരെ മുഴുവനും അദ്ദേഹം തകർത്തു പരീക്ഷിത്തെ. അപ്പോൾ ചോദിക്കാൻ തോന്നി പരീക്ഷത്തിന്, അതൊക്കെ ഒന്ന് വർണ്ണിച്ചാൽ വേണ്ടില്ല. അദ്ദേഹം ആദ്യം തന്നെ സാക്ഷാൽ ഭഗവാന്റെ ശക്തി നല്ലോണമുണ്ട് എന്ന് അഭിമാനിക്കുന്ന കേമന്മാരെയാണ് നേരിട്ടത്. നമുക്കറിയാം കാർത്തവീര്യാർജുനൻ. അയ്യോ പട്ടേരിപ്പാട് നാരായണീയത്തിലധികം പറയുന്നുണ്ട്. ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശഗർവാപഹ ശ്രീമൽ ബാഹുസഹസ്രം ഉള്ള ആളാണ് കാർത്തവീര്യാർജുനൻ. രാവണൻ ഭഗവാനെ പൂജിക്കുമ്പോൾ, മഹാദേവനെ പൂജിക്കുമ്പോൾ കൈകളെ കൊണ്ട് പുഴ മുഴുവൻ തടുത്ത് വെള്ളപ്പൊക്കമുണ്ടാക്കി 10 തല കൊണ്ട്, ഇപ്പം നമ്മൾ രാവണൻ്റെ 10 തലയുടെ കേമത്വം പറഞ്ഞു, 10 തല കൊണ്ട് പാവം ആ കേമൻ വെള്ളം കുടിച്ച് വയറ് വീർത്ത് ഒഴുകി പോവുക. എട്ടുകാരിയെ പിടിക്കണ പോലെ ലങ്കേശഗർവാപഹൻ. കാർത്തവീര്യാർജുനൻ കൈ തടുത്തതും ഇങ്ങോട്ട് വിട്ടപ്പോൾ ദേ ഒഴുകി വരണു. അതുപോലെ അവനെ രാവണനെ തൂക്കിയെടുത്ത് തൻ്റെ അന്തഃപുരത്തിലെ സ്ത്രീകൾക്ക് കളിക്കാനിട്ട് കൊടുത്തു. കുരങ്ങന്മാരെ കെട്ടിയിട്ട് ചാടിക്കളിക്കട കുഞ്ചിരാമാന്ന് നിലത്തടിച്ച് തുള്ളിക്കട പോലെ ഇഡ്ഡലി കഷ്ണോ ദോശക്കഷ്ണോ അപ്പക്കഷ്ണമൊക്കെ കാർത്തവീര്യാർജുനൻ്റെ സ്ത്രീകൾ കൊണ്ടുവന്ന് രാവണാവായ തുറക്ക് എന്ന് പറയുമ്പോൾ 10 വായയും വിശന്നിങ്ങനെ പൊളിക്കണത് കാണാൻ ഒരു കൗതുകം, ഒരു രസം. എന്നിട്ടായിരിക്കുമൊക്കെ ഇങ്ങനെ പൊട്ടിട്ട് കൊടുക്കുക. നടുവിറ്റത്ത് കെട്ടിയിടാൻ ഒരു മടിയുണ്ടായില്ല രാവണനെ. ആര്? കാർത്തവീര്യാർജുനൻ. പരീക്ഷിത്തെ ആ കാർത്തവീര്യാർജുനനെ ഇതാ തൻ്റെ മഴുവായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അച്ഛൻ്റെ പശുവിനെ കൊണ്ടുപോയി എന്നുള്ള ആ ഒരു കുറ്റത്തിനാണ്. കൈകളൊക്കെ ആദ്യം വെട്ടി, കൊമ്പ് വെട്ടിയാൽ മരവും വെട്ടണം, അതുപോലെ മരവും വെട്ടിയതുപോലെ കഴുത്തും വെട്ടി. അച്ഛാ ദാ കൊണ്ടുവന്നു അച്ഛൻ്റെ പശുവിനെ. എൻ്റെ രാമ പാപമകാരശിൽ കാർത്തവീര്യാർജുനനെ കൊന്നു. ഈ പാപത്തിന് പരിഹാരം ചെയ്യണം. അതിനെന്താ അച്ഛൻ പറഞ്ഞാൽ മതി. തീർത്ഥയാത്ര നടത്തി വന്നു. അതുകൊണ്ട് അയാളുടെ ഗർവ് ശമിച്ചു എന്നുണ്ടോ? കാർത്തവീര്യാർജുനൻ ചത്തിട്ടും ഗർവിൻ്റെ പങ്ക് പറ്റുന്ന കുട്ടികളുണ്ട്. അവരിവിടെ വന്ന് അമ്മ മാറത്തളിച്ച് നോക്കിക്കൊണ്ടിരിക്കെ അച്ഛൻ്റെ യമദഗ്നിയുടെ കഴുത്തും കൊണ്ടുപോയി. അതും കേട്ട് രാമൻ വന്നു, അമ്മയുടെ കൈ പിടിച്ച് തടുത്ത്. പിന്നെയാണ് ദുഷ്ടം ക്ഷത്രം ഭുവോ ഭാരം അബ്രഹ്മണ്യം അനീനശൽ. പരീക്ഷിത്തെ സകല ലോകത്തുള്ള ദുഷ്ടന്മാരായ ബ്രാഹ്മണ ഭക്തി ഇല്ലാത്ത എല്ലാവരെയും കൊല്ലാൻ നിശ്ചയിച്ചത്. ആ ജൈത്രയാത്ര പൂർണ്ണമായി. ഒരുവിധം ദുഷ്ടന്മാരൊക്കെ നശിച്ചു. ഇനി ആരോടപ്പം അത് പറയുക? അപ്പോഴാണ് പറ്റിയ സന്ദർഭം. നമ്മൾ കേട്ടില്ലേ, രാമായണത്തിൽ സീതയുടെ വിവാഹം കഴിച്ച് രാമചന്ദ്രസ്വാമി വരുമ്പോൾ ചെന്നു മഴുവായിട്ട് അല്ലാണ്ട് വേറെ രാമനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലായി. ആയുധം വെച്ച് കീഴടങ്ങി ആലിംഗനം ചെയ്ത് ചെവിയിൽ ചില സ്വകാര്യം പറഞ്ഞിട്ടുണ്ടാവുന്ന അവട്ടേരിപ്പാട് പറയണത്. എന്താ അത്? സാൽവൻ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അതൊക്കെ അടുത്ത അവതാരത്തിലാവാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം, പിരിയാം. ആലിംഗനം ചെയ്ത് പിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനവധി ആർജിച്ച ലോകങ്ങൾ, പുണ്യലോകങ്ങളൊക്കെ ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ അമ്പുകൊണ്ട് പാകാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പരശുരാമൻ എന്ന അവതാരമൂർത്തി ഇന്നും കേരളത്തിൽ പറയാറുണ്ട്. തൃശ്ശൂർ ആ മതിലകത്ത് ഒരു സ്ഥാനം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് എൻ്റെ കുട്ടികളൊക്കെ എന്താ വേണ്ടേച്ചാൽ ഞാൻ തരാം, വേദത്തിലെ ഇന്ന മന്ത്രം ജപിച്ച് എന്നെ സ്മരിച്ചാൽ മതി എന്ന് പറഞ്ഞു വന്നതാ. അപ്പോൾ കുറേ ബ്രാഹ്മണർ പോലെ അതിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരാവശ്യം ഉണ്ടായിട്ടില്ല, ആവശ്യമുണ്ടായാൽ ഇവിടുന്ന് വരുമോ എന്നൊന്ന് പരിശോധിക്കാൻ ശങ്ക തീർത്തതാ. എന്നാൽ ഇനി ഞാൻ വരില്ല, അപ്രത്യക്ഷമായിത്രേ. ഇന്നും ബ്രഹ്മസമ്മതത്തിലെ തൃശ്ശൂരെ ആ വടക്കുന്നാഥൻ്റെ മതിലകത്ത് പരശുരാമൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലം വന്ദിക്കാറുണ്ട്. ആ പരശുരാമൻ ഇന്നും നമുക്കൊക്കെ, പ്രത്യേകിച്ചും ഉദ്ധൃത കേരളോ ഭൃഗുപതേ, കേരളീയർക്കൊക്കെ അഭിമാനസ്തംഭമായി ശോഭിക്കുന്നു. തിരുവല്ലം എന്ന സ്ഥലത്ത് ഇന്നും തിരുവനന്തപുരത്ത് പോയിരുന്നാൽ കാണാം, സമുദ്രതീരത്ത് പരശുരാമൻ നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട്
അവരുടെയൊക്കെ ഉണ്ടായ പുത്രപൗത്ര പരമ്പരകൾ ഇങ്ങനെ അങ്ങനെ വർണ്ണിച്ച് പറഞ്ഞു. പരീക്ഷിത്തെ സാക്ഷാൽ ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് ജയിലിൽ അവതരിച്ചു. ഭഗവാന്റെ അവതാരം ലോകത്തിലുള്ളവരെ മുഴുവനും അനുഗ്രഹിക്കാൻ ആനന്ദിപ്പിക്കാൻ ആണ് എങ്കിലും അത് വളരെ വേഗം ജയിലിൽ അവതരിച്ച് അമ്പാടിയിൽ വളർന്ന് വൃന്ദാവനത്തിനെ മുഴുവനും ധന്യധന്യമാക്കി. ധന്യം വൃന്ദാവനം എത്ര ഭക്തിർ നൃത്യതി ഭക്തി ആനന്ദ നൃത്തം ചെയ്യുന്നൊരു സ്ഥലം എന്ന മട്ടാക്കി. എന്നിട്ടാണ് മധുരയിൽ വന്ന് കംസാദികളെ കൊന്ന് ഉഗ്രസേനെ ചക്രവർത്തിയാക്കി അവിടുന്ന് ഞാൻ ഇവിടുത്തെ ഭൃത്യനായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് നിന്നത്. സേവനം ചെയ്യുക, അതാ ഗുരുവായൂരപ്പന് ഇഷ്ടം എന്ന് തോന്നും. ഉഗ്രസേനൻ പാവം രാജാവായി. പരീക്ഷിത്തെ 16,108 വിവാഹവും കഴിച്ച് അതിലൊക്കെ 10 മക്കളും മക്കളുടെ മക്കളുമായിട്ടുള്ള ഗൃഹസ്ഥനായി ജീവിച്ച് ഒടുവിലിതാ ഗീതോപദേശം വഴി ഏറ്റവും വലിയ ഉപദേശം ലോകത്തിന് യുദ്ധക്കളത്തിൽ വെച്ച് കൊടുത്ത് പാണ്ഡവന്മാരെ അനുഗ്രഹിച്ച് ഒടുവിൽ ഭഗവാൻ ഉദ്ധവനും കൂടി ഉപദേശം കൊടുത്താണ് സ്വന്തം ധാമത്തിലേക്ക് എഴുന്നള്ളിയത് എന്ന് പറഞ്ഞു. ഒരൊറ്റ ശ്ലോകം കൊണ്ട് സകല കൃഷ്ണകഥകളും 90 അധ്യായം കൊണ്ട് ദശമത്തിൽ പറഞ്ഞതോ മുഴുവനും ശ്രീശുകൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നി പരീക്ഷത്തിന്. അപ്പോഴാണ് പരീക്ഷിത്ത് വിസ്തരിച്ച് പറയണേ എന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ വസുദേവൻ്റെ ദേവകീ വിവാഹം മുതൽ വർണ്ണിച്ചു. കംസൻ്റെ ക്രൂരത കാണിക്കാനാണ് ദേവകീ വിവാഹത്തിൻ്റെ ഇടയിൽ ആ കുടിവെപ്പിൻ്റെ യാത്രയിൽ മുടി ചുറ്റിപ്പിടിച്ച് വെട്ടാൻ കംസൻ തയ്യാറായ കഥ പറഞ്ഞത്. പക്ഷേ ജഗദംബിക പാകത്തിനിടപെട്ടു. യോഗമായേ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണേ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അതനുസരിച്ച് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, ദേവി ഇവളുടെ 8ാമത്തെ ഗർഭം നിന്നെ കൊല്ലും കംസ എന്ന്. കംസനും അതെ നാണല്ല. ഈ കണ്ട ആളുകളൊക്കെ കാണുക അനീതിയുടെ മുടി ചുറ്റിപ്പിടിച്ച് വെട്ടാൻ ഭാവിച്ചപ്പോൾ വസുദേവൻ തൻ്റെ കർത്തവ്യം നിർവഹിച്ചു. പരീക്ഷിത്തെ വസുദേവൻ്റെ ഉപദേശം ഇങ്ങനെ വാളിൻ്റെ മുമ്പിൽ ദേവകി മേടിച്ച് നിൽക്കുമ്പോൾ ഉപദേശിക്കാൻ പറ്റുമോ? ആ മനസ്സ് തട്ടണില്ല. ഈശ്വരൻ വിചാരിച്ചതേ നടക്കൂ എന്നുറപ്പുള്ളതുകൊണ്ട് നല്ലോണം കംസനെ ഉപദേശിച്ചു. ഇത് കംസന് ഉപകാരമാവില്ല ഈ ഉപദേശം, ലോകത്തിന് ഉപകാരമാവട്ടെ. ദേവകീ വസുദേവന്മാരുടെ ആ ബന്ധം നമുക്ക് കാണിച്ചു തരിക. അവസാനം ഉണ്ണിയെ തരാം, ഇവൾ പ്രസവിച്ച ഉണ്ണിയെ അങ്ങേക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ദേവകിയെ വിട്ടു. പറഞ്ഞ പോലെ ഇവിടെ ആദ്യത്തെ ഉണ്ണിയെ കംസൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്തി വസുദേവർ. കംസൻ ഞെട്ടി പറഞ്ഞു, അയ്യോ 8ാമത്തെ ഉണ്ണിയെന്നാണ് പറഞ്ഞിരുന്നത് ആകാശവാണിയിൽ, അതുകൊണ്ട് 8ാമത്തെ മതിയായിരുന്നു. അങ്ങനെയല്ലല്ലോ, ഞാൻ എല്ലാ ഉണ്ണിയും കൊണ്ടുതരാമെന്ന് പറഞ്ഞില്ലേ, ഇത് ആദ്യത്തെയാണ്. ഹേയ് വേണ്ട വേണ്ട വേണ്ട, പ്രതിയാതുകുമാരോയം നഹ്യസ്മദസ്മേ ഭയം അഷ്ടമാൽ യുവയോർ ഗർഭാൽ മൃത്യുർമേ വിഹിത. 8ാമത്തെ ഗർഭം എന്നെ കൊല്ലുന്നതാണ്, അത് മതി. പരീക്ഷത്തിനോട് ശീർഷകം പറയുന്നുണ്ട്. വസുദേവൻ അതൊട്ടും ഒരു തൃപ്തിയായൊന്നുമില്ല. കാരണം ഇപ്പം ഇങ്ങനെ പറയുന്ന ആളിഞ്ഞ് എങ്ങനെയാണ് മാറിപ്പറയാൻ നിശ്ചയമില്ല, നല്ലോണം അറിയാം. പറഞ്ഞ പോലെ ദേവകിക്ക് അനവധി കുട്ടികളായി. ആ കുട്ടികളെ മുഴുവനും നാരദൻ ഒരവാക്ക് അങ്ങ് കാലനേമിയാണ്, കാലനേമിയുടെ 2ാമത്തെ അവതാരമാണ്, മഹാവിഷ്ണുവിനെ നശിപ്പിക്കാൻ വേണ്ടി എടുത്ത അവതാരമാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഒപ്പം വരണ ആളുകളെയും അങ്ങ് നേരത്തെ കൊല്ലണ്ടേ, അല്ലെങ്കിൽ അത് തെറ്റാവില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവകിയുടെ സകല കുട്ടികളെയും കൊന്നു. 6 രോഹിണിയുടെ ഗർഭത്തിലേക്ക് ദേവകീ ഗർഭത്തിൽ നിന്ന് 7ാമത്തെ ഉണ്ണിയെ മാറ്റി. അതാണ് സാക്ഷാൽ സംഘർഷമൂർത്തിയുടെ അവതാരം. സപ്തമഗർഭം എന്ന് പ്രത്യേകം പറഞ്ഞു. ഭഗവതി വന്ന് മാറ്റിയത് എന്തിനാ? ഭഗവാന് അവതരിക്കാൻ വേഗം സമയം കൊടുക്കണം. ഭഗവതി യശോദയുടെ മകളായിട്ട് ജനിക്കാൻ നിശ്ചയിച്ചു. ഭഗവാൻ ജയിലിൽ കിടക്കണ 2ാമതും ജയിലിൽ പിടിച്ചിട്ടു ദേവകീ വസുദേവന്മാരെ കംസൻ. ജയിലിൽ കിടക്കണ ദേവകീ വസുദേവന്മാരുടെ ഉള്ളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗജാദ്യുധായുധം. വസുദേവൻ അങ്ങനെ വർണ്ണിച്ചു കേൾപ്പിച്ചു. ദേവകി ഞാൻ കാണുന്നു ഭഗവാനെ,
ജയിലിൽ കിടക്കാമെന്നൊന്നും അല്ല തോന്നണത്. ഭഗവാനെ നമ്മൾ ശ്രീലാകത്ത് എന്നും പൂജിക്കാറില്ലേ, അതേ വിഗ്രഹം എൻ്റെ ഉള്ളിൽ. അതങ്ങനെ പറഞ്ഞു കൊടുത്തു. ദേവകി പറഞ്ഞു, എനിക്കും നല്ലോണം കാണാനുണ്ട്. എന്നാ മുറുകെ പിടിച്ചിരുന്നോളൂ. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് അമ്മയുടെ മടിയിലേക്ക്, ഗർഭത്തിലേക്ക് ഭഗവാൻ ചാടിപ്പോയിരിക്കുന്നു. ദേവകി ദാ ഭഗവാനെ ദേവന്മാരുടെ സ്തുതി മുഴുവനും കേട്ട് അമ്പരന്ന് നിൽക്കുമ്പോൾ, പ്രകൃതി മുഴുവനും കൃഷ്ണാവതാരത്തിന് അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ പരീക്ഷിത്തെ ഭഗവാൻ അവതരിച്ചു എന്നുള്ള ഭാഗമാണ് ഇനി പറയണത്. ആ അവതാര മഹോത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.